കുതിരാൻ തുരങ്കത്തിലേക്ക് പാലക്കാടേക്കാണ് നമ്മുടെ യാത്ര. കുതിരാൻ തുരങ്കത്തിൻ്റെ വാതിക്കൽ ആ പരിസരങ്ങൾ, മലകൾ, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന ആ മേഖലയിലാണ് ഇന്ന് സാജൻ പൈനാപ്പിൾ എത്തി നിൽക്കുന്നത്. നമുക്ക് തുരങ്കത്തിലേക്ക് കടക്കുന്ന ആ കവാടം ആദ്യം ശ്രദ്ധിക്കാം. നമ്മൾ സാവധാനം തുരങ്കത്തിലേക്ക് നീങ്ങുകയാണ്. എത്ര കൊല്ലം കൊണ്ടാ തീർത്തെന്നറിയത്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോണ്ടല്ലോ കേട്ടോ, ഒരു 20 വർഷം അങ്ങോട്ട് ആയിട്ടുണ്ട് ഈ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് വൺ വേ. ഇതുപോലുള്ള തുരങ്കങ്ങളൊക്കെ വന്നം ചേട്ടാ. പണ്ടത്തെ പോലെ മല ആകാശമൊക്കെ കയറി വളയണേക്കാൾ നല്ലതല്ലേ തുരന്നങ്ങ് പോവുക. ടെക്നോളജി വികസിച്ചു എന്നേ. അപ്പുറത്തേക്ക് കയറാൻ പണി. ഈ തുരങ്കത്തിനകത്തുനിന്ന് അപ്പുറത്തേക്ക് വാ. ഈ തുരങ്കത്തിൽ മണ്ണിടിയും ചേട്ടാ. 1 കിലോമീറ്റർ ആട്ടോ ചേട്ടാ. 1 കിലോമീറ്റർ. പിന്നെ പാറ തുരന്ന് നമ്മുടെ റൗണ്ടാക്കിക്കോല്ലേ. പാലക്കാട് എന്നൊക്കെ പറഞ്ഞ എക്സിറ്റ് ഉണ്ടോ? ഉണ്ടേട്ടാ അപ്പുറത്തേക്ക് ഇതണ്ടാ. നോക്കോടാ നിൽക്കാൻ വേണ്ടി വണ്ടി എടുത്ത് നിൽക്കാൻ ശരിയാ. ഇല്ല, ഇവിടെ വണ്ടി ഒതുക്കുന്നത് രണ്ടിനാണ് ഒന്നും സംഭവിക്കില്ല. കാരണം ബ്ലോക്ക് ആവുന്നില്ലല്ലോ. ഇവിടെ ആര് ചോദിക്കുമ്പോൾ നമ്മൾ വണ്ടി റിവേഴ്സ് പോയില്ലേ. പിന്നെ നിർത്തേണ്ട കാര്യമില്ല, അങ്ങ് പോയിക്കൊണ്ടിരിക്കുമല്ലോ നമ്മള്. പക്ഷെ ഈ തുരങ്കം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാരുടെ നിന്നും വണ്ടിയും ഒക്കെ നിൽക്കണല്ലേ. 2 കൊല്ലം അയാളായിട്ട് ഉദ്ഘാടനം ചെയ്ത് 1 കിലോമീറ്റർ ഉണ്ടോ? 1 കിലോമീറ്റർ കൂടുതലുണ്ട്. കണ്ട ഇല്ലെന്ന് തോന്നുന്നു. ആ കവാടത്തിന്റെ ആ മല പ്രദേശങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട് ഇതുപോലെ 2-3 കിലോമീറ്ററിൽ ഉണ്ടോ. ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ തുരങ്കം മാത്രമേ ഉള്ളൂ ചേട്ടാ. തുരങ്കം മാത്രമേ ഉള്ളൂ. ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിൽ. സംസാരിച്ചില്ലല്ലോ കേട്ടോട്ടാ. ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിൽ. ആ ലോണാവാലയിൽ നിന്ന് നമ്മുടെ ഈ ഹൈവേയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ 4 തുരങ്കമാണ്. ഒരു തുരങ്കത്തിന് 3.5 കിലോമീറ്റർ നീളാ. എന്നെ രസം അറിയോ, നട്ടുച്ചയ്ക്ക് പോകണക്കാ. അങ്ങനെ കുതിരാൻ തുരങ്കത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും കണ്ടു കഴിഞ്ഞു. ഇതുപോലുള്ള കൊച്ചു വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഗുഡ് ബൈ.